Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. ma'am. Good afternoon. Okay. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലല്ലേ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരുന്നു. നമ്മുടെ കുറച്ച് ഡെഫിനിഷൻസ്, ഹോസ്പിറ്റൽ എന്താണ്, ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ? പഠിച്ചോ? ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ചാപ്റ്റർ 2 ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ. ടെക്സ്റ്റ് ബുക്ക് ആർക്കെങ്കിലും കിട്ടിയതുണ്ടോ? കിട്ടിയതുണ്ടോ? ഇല്ല, കിട്ടിയില്ല. ഓക്കെ. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ട്? ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഓക്കെ അപ്പൊ നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും. സൗണ്ട് കുറവ് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചത്, ക്ലിയർ ആണോ എന്നുള്ളത് കേട്ടോ. ചിലപ്പോ നെറ്റിന്റെ പ്രശ്നമായിരിക്കാം. നെറ്റോട് പോയി റേഞ്ചിന്റെ ഒക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ സൗണ്ട് വിട്ടു വിട്ട് കേൾക്കാം, സൗണ്ട് കുറവൊക്കെ കേൾക്കാം. ഓക്കെ. ചാപ്റ്റർ 2 ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ. വിട്ടാണോ കേൾക്കുന്നത് സൗണ്ട്? അല്ല. ഓക്കെ, നോക്കിക്കോളൂ. അപ്പൊ ഒരു എന്താ ഹിസ്റ്ററി ആണല്ലേ നമ്മൾ പഠിക്കുന്നത്. ഒരു ഏജില് എന്താണ് 500 BC, അതുപോലെ തന്നെ 500 1500 AD, അതിന്റെ കാലഘട്ടങ്ങളുടെ പ്രത്യേകതകള്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാട്ടോ എല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഹോസ്പിറ്റൽസ് ഓഫ് ഏർലി എറ BC 500 AD. എന്താണ് അതിൽ പറയുന്നത്? സൗണ്ട് കുറവാണോ? കേൾക്കുന്നുണ്ടോ? അപ്പൊ ഹോസ്പിറ്റൽ ഓഫ് ഏർലി എറ BC 500 AD. ഓക്കെ, ഏർലി മെഡിക്കൽ ട്രീറ്റ്മെന്റ് വാസ് always recognized as religious services and ceremonies. എന്താണ് recognized എന്ന് പറഞ്ഞാല്? recognized എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണ്? അംഗീകരിക്കപ്പെട്ട അല്ലെ? അംഗീകരിക്കപ്പെട്ട. ഇനി റിലീജിയസ് സർവീസ് എന്ന് പറഞ്ഞാല് മതപരമായിട്ടുള്ള ആചാരങ്ങൾ, മതപരമായ ആചാരങ്ങൾ. ആൻഡ് സെറിമണി, സെറിമണി എന്താണ്? ചടങ്ങുകൾ അല്ലെ? അപ്പോ പണ്ടുള്ള കാലത്ത്, ആദ്യ കാലഘട്ടങ്ങളില് മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എങ്ങനെയുള്ളതായിരുന്നു? എന്താണ്? BC 500 AD ആ കാലഘട്ടത്തില് മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എന്താണെന്നാണ് പറയുന്നത്? എങ്ങനെയാണ് കൊടുത്തിരുന്നത്? മതപരമായിട്ടുള്ള ആചാരങ്ങളും ചടങ്ങുകളോടും കൂടിയിട്ട് അംഗീകരിക്കപ്പെട്ടതായിരുന്നു. Priests were also physician or medicine man carrying for spirit, mind and body. So priest ആരാണ്? ആരാണ് priest? പുരോഹിതൻ അല്ലേ? ഓക്കെ, പുരോഹിതനാണ്.
അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, പണ്ടുള്ള കാലങ്ങളില് മതപരമായിട്ടുള്ള ആചാരങ്ങളും ചടങ്ങുകളോടും കൂടിയിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതായിരുന്നു മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിഷ്യൻ ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്, അല്ലെങ്കിൽ മെഡിസിൻ മാൻ ആയിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കിയിരുന്നത്. കെയറിംഗ് ഫോർ എന്താ സ്പിരിറ്റ് മൈൻഡ് ബോഡി, എന്താണ് സ്പിരിറ്റ് മൈൻഡ് ബോഡി, ഇതിനെയൊക്കെ പരിപോഷിപ്പിക്കുന്നവരായിരുന്നു പുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ. പ്രീസ്റ്റ് ഓർ ഡോക്ടേഴ്സ് came under the ruling class with a great political influence. Priest അല്ലെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സ് എന്നാണല്ലേ പറയുന്നത്. പ്രീസ്റ്റ് പുരോഹിതന്മാരെ ഡോക്ടേഴ്സ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അവരെന്താണ് ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഭരണവർഗത്തിൽപ്പെട്ടവരായിരുന്നു പ്രീസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുരോഹിതൻ എന്ന് പറഞ്ഞാല്. പ്രീസ്റ്റിനെ നമ്മള് ഡോക്ടേഴ്സ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇനി എന്താ, ടെമ്പിൾസ് ഓർ ഹോസ്പിറ്റൽസ് ഓൾസോ മീറ്റിംഗ് പ്ലേസ്. ഇപ്പൊ പ്രീസ്റ്റുകൾ എവിടെയാണുള്ളത്? ടെമ്പിൾസില്, പള്ളികളില്, അമ്പലങ്ങളിലൊക്കെയാണ് അല്ലെ. അപ്പൊ അവിടെ ഹോസ്പിറ്റൽ, അവരുള്ള പ്രീസ്റ്റുകളുള്ള സ്ഥലം എന്ന് പറഞ്ഞാല് ടെമ്പിൾസ് ആണ്. അത് ഹോസ്പിറ്റൽ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അവിടെയാണ് ആളുകൾ വന്നിട്ട് മീറ്റപ്പ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ഓരോരോ ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പണ്ടുള്ള കാലങ്ങളിലെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് റിലീജിയസ് സർവീസസ്, മതപരമായിട്ടുള്ള ആചാരങ്ങളും ചടങ്ങുകളോടും കൂടിയിട്ട് അംഗീകരിക്കപ്പെട്ടതായിരുന്നു. പ്രീസ്റ്റ് എന്ന് പറഞ്ഞാല് മെഡിസിൻ മാൻ അല്ലെങ്കിൽ ഫിസിഷ്യൻ എന്നാണ് കണക്കാക്കിയിരുന്നത്. അതുപോലെ അവരെന്താണ് ഭരണവർഗത്തിൽപ്പെട്ട ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളവരായിരുന്നു. അതുപോലെ തന്നെ ടെമ്പിൾസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ്, ഇതായിരുന്നു ടെമ്പിൾസ് ആയിരുന്നു അവരുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ ഈ പാരഗ്രാഫ്? ഓക്കെ, ഇനി നെക്സ്റ്റ് ഇനി ഓരോ ഹോസ്പിറ്റലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓരോരോ ഹോസ്പിറ്റലാണ് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ എന്താണ്? മെസപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽ. മെഡിസിൻ as an organized being first appeared 4000 years ago in the ancient region of Southwest Asia known as Mesopotamia. അപ്പൊ എന്താണ്? സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ, സൗത്ത് വെസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞാല് തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ ആൻഷ്യൻ റീജിയൻ, പുരാതന നഗരമായിട്ടുള്ള സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ പുരാതന നഗരമായിട്ടുള്ള മെസപ്പൊട്ടോമിയയിലാണ് 4000 വർഷങ്ങൾക്ക് മുൻപ് മെഡിസിൻ ഫസ്റ്റ് വെളിവാക്കപ്പെട്ടത് അല്ലെങ്കിൽ അപ്പിയർ ചെയ്തത്. ഓക്കെ, അപ്പിയർ എന്ന് പറഞ്ഞാല് വെളിവാക്കപ്പെടുക. അപ്പോ ഒന്നുകൂടിയും പറയാം, സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ, തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ ആൻഷ്യന്റ് റീജിയൻ, പുരാതന നഗരമായിട്ടുള്ള മെസപ്പൊട്ടോമിയയിലാണ് 4000 വർഷങ്ങൾക്ക് മുൻപ് മെഡിസിൻ ഫസ്റ്റ് വെളിവാക്കപ്പെട്ടത്. ഇനി എന്താ? ഹമ്മുറാബിസ് കോഡ്. ഓക്കെ, ഹമ്മുറാബിസ് കോഡ് 1728 1686 BC was the rule for the practice of doctors. First recorded prescription came from Sumer in ancient Babylon. ഓക്കെ, അപ്പൊ ഹമ്മുറാബിസ് കോഡ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ അവിടെ. ഹമ്മുറാബിസ് കോഡ് എന്ന് പറഞ്ഞാല്, ആദ്യം ഹമ്മുറാബിയെ കുറിച്ച് നമുക്ക് നോക്കാം. ഹമ്മുറാബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബാബിലോണിലെ 6ാമത്തെ രാജാവായിരുന്നു ഹമ്മുറാബി എന്ന് പറഞ്ഞാല്. ഓക്കെ, ബാബിലോണിലെ 6ാമത്തെ രാജാവായിരുന്നു ഹമ്മുറാബി. ഈ ഹമ്മുറാബി നിർമ്മിച്ച കോഡാണ് ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത്. ഹമ്മുറാബിസ് കോഡ് എന്താണ്? was the rule for the practice of doctors. അതിനകത്ത് എന്താണ്? ഒരു റൂളാണ് അല്ലെ, നിയമങ്ങളാണ്. എന്തിനെ കുറിച്ചുള്ള നിയമങ്ങളാണ് ഹമ്മുറാബിസ് കോഡ് എന്ന് പറഞ്ഞാല്? ഡോക്ടേഴ്സിന് പ്രാക്ടീസ് ചെയ്യേണ്ട നിയമങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ബാബിലോണിലെ 6ാമത്തെ രാജാവായിരുന്നു ഹമ്മുറാബി. അദ്ദേഹം
നിർമ്മിച്ചിട്ടുള്ള കോഡ്സ് ആണ് ഹുറാബീസ് കോഡ് എന്ന് പറയുന്നത്. ആ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസ് ചെയ്യേണ്ട റൂൾസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് ഹുറാബീസ് കോഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അണ്ടർലൈൻ അല്ല, എഴുതി വെക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല എന്നറിയാം. പെട്ടെന്ന് ഇങ്ങനെ എല്ലാം ഇങ്ങനെ പറയുമ്പോ അണ്ടർലൈൻ ചെയ്യാന്ന് പറഞ്ഞു പോകും. അപ്പൊ അത് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നതാണ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കി. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമേർ ഇൻ ആൻഷ്യന്റ് ബാബിലോൺ. അപ്പോ ബാബിലോണിലെ ആൻഷ്യന്റ് പുരാതന നഗരമായിട്ടുള്ള സുമേറിൽ നിന്നാണ് ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ നമുക്ക് മരുന്നുകളും കാര്യങ്ങളും നമുക്ക് എഴുതി തരുമോ അല്ലെ, കുറിപ്പെട്ടി തരാറുണ്ട് ഇല്ലേ? അതാണ് എന്ത് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത് ബാബിലോണിലെ ആൻഷ്യന്റ് റീജിയൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പുരാതന നഗരമായിട്ടുള്ള സുമേറിൽ നിന്നാണ്. അത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, 3 വേർഡ്സും ഇമ്പോർട്ടന്റ് ആണ്. ഹുറാബീസ് കോഡ് എന്താണ്, അതുപോലെ ഫസ്റ്റ് റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ വന്നിരിക്കുന്ന സുമേർ ആണ്, അണ്ടർലൈൻ ചെയ്യുക അല്ലെങ്കിൽ എഴുതി വെക്കാം. അതുപോലെ തന്നെ എന്താണ്, സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ ആൻഷ്യന്റ് റീജിയൻ ആയിട്ടുള്ള മെസൊപ്പൊട്ടേമിയയിലാണ് ഫസ്റ്റ് ആ മെഡിസിൻ ഫസ്റ്റ് അപ്പിയർ ചെയ്തത്. അത്രയും ഒന്ന് ഓർത്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് വായിച്ചു നോക്കി. മെസൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ, 3 കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. ക്ലിയർ ആയോ 3 കാര്യങ്ങളും? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഗ്രീക്ക് ഹോസ്പിറ്റൽ. പീരീഡ് നോക്കിയേ, 460 to 136 BC ആണ്. അവിടെ നോക്കിയേ, ഗ്രീക്ക് ഹോസ്പിറ്റലിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ട്രീറ്റ്മെന്റുകൾ കൊടുത്തിരുന്നത്? ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക് റിലീജിയസ് റിച്വൽസ്. എന്താണ് ട്രീറ്റ്മെന്റുകൾ നടത്തിയിരുന്നത്? മാജിക് അല്ലെ, മന്ത്രവാദവും അതുപോലെ തന്നെ റിലീജിയസ് റിച്വൽസ്, മതപരവുമായിട്ടുള്ള രീതിയിലായിരുന്നു ട്രീറ്റ്മെന്റുകൾ കൊടുത്തിരുന്നത്. ഇനി ഒരാളുടെ പേര് പറയുന്നുണ്ട് അല്ലെ, എന്താണ്? ഹിപ്പോക്രാറ്റസ്. 460 to 370 BC കാലഘട്ടത്ത് എന്താണ് ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ആരെയാണ്? ഹിപ്പോക്രാറ്റസ് ആണ്. എഴുതി വെക്കാട്ടോ, നോട്ടായിട്ട് എഴുതി വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഫാദർ ഓഫ് മെഡിസിൻ ആരാണ്? ഈസ് ദ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് ചോദിച്ചാൽ എഴുതേണ്ടതാണ് ഹിപ്പോക്രാറ്റസ്. യൂസ്ഡ് എ ലോജിക്കൽ നോൺ റിലീജിയസ് അപ്രോച്ച് ടു മെഡിസിൻ. എന്താണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്ത് ഇദ്ദേഹത്തെ പറഞ്ഞിരുന്നത് ഫാദർ ഓഫ് മെഡിസിൻ എന്നാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം എന്താണ് ലോജിക്കൽ ആയിട്ടുള്ളത് അല്ലെ, യുക്തിപരമായിട്ടുള്ളതും നോൺ റിലീജിയസ് അപ്രോച്ചും, മതപരമല്ലാത്ത രീതിയിലുള്ള അപ്രോച്ചും മെഡിസിനൽ ഫീൽഡിൽ കൊണ്ടുവന്നു. അതായത് ഗ്രീക്കുകാര് വിചാരിച്ചിരുന്നത് ഈ എന്താണ് ജനങ്ങൾക്ക് രോഗം വരുന്നത് ദേവന്മാരുടെ കോപത്താല് ആണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. ദേവന്മാരുടെ കോപത്താലാണ് ഈ ജനങ്ങൾക്ക് രോഗം വരുന്നത് എന്നാണ് ഗ്രീക്കുകാർ വിചാരിച്ചിരുന്നത്. ഇനി എന്ത് ചെയ്തു? ഹിപ്പോക്രാറ്റസ് പറയുന്നത്, ഹിപ്പോക്രാറ്റസിന്റെ കാലഘട്ടത്ത് ഇദ്ദേഹം അത് എന്താണ് കുറെ പഠനങ്ങൾ നടത്തി. ഇദ്ദേഹം എന്താണ് പറയുന്നത്? പ്രകൃതിയുടെ കാരണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ജീവിത രീതി കൊണ്ടുമാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം തെളിയിച്ചത്. അദ്ദേഹം വന്നപ്പോ അദ്ദേഹം അതിന്റെ പഠനങ്ങൾ നടത്തി. അപ്പോ അദ്ദേഹം കണ്ടെത്തിയത് എങ്ങനെയാണ്? ദേവന്മാരുടെ കോപത്താലല്ല, നമ്മളുടെ പ്രകൃതിയുടെ കാരണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ജീവിത ശൈലി കൊണ്ടുമാണ് ആളുകൾക്ക് അസുഖങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങുന്നതെന്ന് അദ്ദേഹം തെളിയിച്ചു. അതുകൊണ്ടാണ് ലോജിക്കൽ ആയിട്ടുള്ള നോൺ റിലീജിയസ് ആയിട്ടുള്ള അപ്രോച്ചും അദ്ദേഹം മെഡിസിനൽ ഫീൽഡിൽ കൊണ്ടുവന്നത്. ഓക്കെ, ഹിപ്പോക്രാറ്റസ് ആരാണ്? ഫാദർ ഓഫ് മെഡിസിൻ ആണ്. ലൈൻ ചെയ്യാം അല്ലെങ്കിൽ നോട്ട് എഴുതി വെക്കാം.
നെക്സ്റ്റ് ആണ് എന്താ റോമൻ ഹോസ്പിറ്റൽ. By first century BC, the Roman was the first to make the institutional care of the sick and injured people. ഓക്കെ, അപ്പോ ഈ റോമൻ ഹോസ്പിറ്റലിലെ കാലഘട്ടം എന്ന് പറയുന്നത് ഫസ്റ്റ് സെഞ്ചുറി BC ആണ്. അപ്പൊ അതിനകത്ത് എന്താണ്, ഈ റോമൻ ഹോസ്പിറ്റലിലെ കാലഘട്ടത്താണ് ജനങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ വേണം എന്ന നിലയിൽ ഹോസ്പിറ്റലുകൾ കൊണ്ടുവന്നത്. ഓക്കെ, പണ്ടുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു, മെസപ്പൊട്ടോമിയയിലായാലും അതുപോലെ തന്നെ ഗ്രീക്ക് ഹോസ്പിറ്റലിലായാലും നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, മതപരമായിട്ടുള്ള ആചാരങ്ങളിലൂടെയാണ് ട്രീറ്റ്മെന്റുകൾ കൊണ്ടുവരുന്നത്. പിന്നീട് റോമൻ ഹോസ്പിറ്റലിന്റെ കാലഘട്ടത്ത് അവരെന്താണ് കൊണ്ടുവന്നത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ വേണം എന്ന നിലയിൽ ഹോസ്പിറ്റലുകൾ കൊണ്ടുവരാനായിട്ട് തുടങ്ങി. ഇനി അവർ ആർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ വേണമെന്ന് പറഞ്ഞത്, സിക്ക് ആൻഡ് ഇൻജേർഡ് പീപ്പിൾ, അല്ലെ, രോഗബാധിതർക്കും മുറിവേറ്റവർക്കുമായിട്ട് ഇൻജേർഡ് പീപ്പിൾസിനും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ വേണമെന്ന നിലയിൽ എന്താണ് റോമൻ ഹോസ്പിറ്റല് കൊണ്ടുവന്നു. അതുപോലെ തന്നെ പറഞ്ഞത് എന്താണ്, മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ്. എന്താണ് മിലിറ്ററി എന്ന് പറഞ്ഞാൽ അറിയാലോ. അതുപോലെ തന്നെ സ്ലേവ് എന്താ എന്താ മീനിങ് സ്ലേവ് എന്ന് പറഞ്ഞാല്, അടിമകൾ അല്ലെ. അടിമകൾക്കും ആ കാലഘട്ടത്തിൽ മിലിറ്ററി അല്ലെ, സോൾജേഴ്സിനും അതുപോലെ തന്നെ മിലിറ്ററി സ്ലേവ് അടിമകൾക്കും വേണ്ടിയിട്ട് ആ കാലഘട്ടത്ത് ഹോസ്പിറ്റലുകൾ എക്സിസ്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് റോമൻ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടത്. റോമൻ ഹോസ്പിറ്റലിന്റെ കാലഘട്ടത്ത് എന്താണ്, സിക്ക് അല്ലെ, രോഗബാധിതർക്കും അതുപോലെ തന്നെ ഇൻജേർഡ് പീപ്പിൾസിനും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ വേണമെന്ന നിലയിലായിരുന്നു ഹോസ്പിറ്റലുകൾ ബിൽഡപ്പ് ചെയ്തത്. ഇനി എന്താണ് അറബിക് ഹോസ്പിറ്റൽസ്. The Roman military hospitals and the few Christian hospitals were no match for the number, organization and excellence of the Arabic hospital. എന്താണ് എക്സലൻസ് എന്ന് പറഞ്ഞാൽ, എക്സലൻസ് എന്ന് പറയാറുണ്ട് അല്ലെ. എന്താണ് എക്സലൻസിന്റെ മീനിങ്? എക്സലൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? മികവ് അല്ലെ, മികച്ചത് അല്ലെങ്കിൽ മികവ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, റോമൻ ഹോസ്പിറ്റലും റോമൻ മിലിറ്ററി ഹോസ്പിറ്റലും എന്താണ് ക്രിസ്ത്യൻ ഹോസ്പിറ്റലും എന്താണ് ഈ കാലഘട്ടങ്ങളിൽ അറബിക് ഹോസ്പിറ്റലിന്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് അറബിക് ഹോസ്പിറ്റലിന്റെ നമ്പറിനോടോ ഓർഗനൈസേഷനോടോ മികവിനോടോ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതായിരുന്നു അറബിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല്. റോമൻ മിലിറ്ററി ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവയെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ അറബിക് ഹോസ്പിറ്റലിന്റെ നമ്പറിനോടോ ഓർഗനൈസേഷനോടോ എക്സലൻസ് മികവിനോടോ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒന്നായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അറബിക് ഹോസ്പിറ്റൽ ആയിരിക്കും. അത്രയും ഫെസിലിറ്റീസും കാര്യങ്ങളും ഉള്ള മികച്ച ഒരു എക്സലൻസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ആയിട്ട് അറബിക് ഹോസ്പിറ്റല് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഗ്രീക്ക് ഹോസ്പിറ്റല്, റോമൻ ഹോസ്പിറ്റല്, അറബിക് ഹോസ്പിറ്റൽ. ഇനി നെക്സ്റ്റ് ഫിഫ്ത് വൺ ആണ് ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. Historical records shows that efficient hospitals were built in India by 600 BC. അപ്പോൾ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് പ്രകാരം അത് പറയുന്നത് എന്താണ്, എഫിഷ്യന്റ് ഹോസ്പിറ്റൽ ബിൽഡപ്പ് ചെയ്തത് ഇന്ത്യയിൽ ബിൽഡപ്പ് ചെയ്തിട്ടുള്ളത് 600 BC-യിലാണ്. ഡ്യൂറിംഗ് ഗോർഖസ് റീജിയൻ ഓഫ് കിങ് അശോക. കിങ് അശോകയുടെ കാലഘട്ടം 273 to 36 BC കാലഘട്ടമാണ്. ഇന്ത്യൻ ഹോസ്പിറ്റൽ started to look like a modern hospital. കിങ് അശോകയുടെ കാലഘട്ടത്ത് ഇന്ത്യൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മോഡേൺ ഹോസ്പിറ്റലിന്റെ കൺസെപ്റ്റിലോട്ട് മാറിക്കഴിഞ്ഞു. അവരവിടെ ഫോളോ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് സാനിറ്റേഷൻ ആൻഡ് സിസേറിയൻ സെക്ഷൻ were operated. അപ്പൊ എന്തൊക്കെയാണ് അവിടെ ഫോളോ ചെയ്തിരുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ എന്തായിരുന്നു? എന്താ മീനിങ് വരുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ എന്തായിരിക്കാം?
എന്തായിരിക്കാം പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ എന്ന് പറഞ്ഞാല് സാനിറ്റേഷൻ എന്താണ് ശുചിത്വ തത്വങ്ങള്. അതുപോലെ തന്നെ സിസേറിയൻ സെക്ഷൻ അറിയാലോ, നമ്മളൊക്കെ അമ്മമാരാണല്ലേ. എന്താണ് സിസേറിയൻ സെക്ഷൻ എന്ന് പറഞ്ഞാല്? സി സെക്ഷൻ അല്ലെ. സിസേറിയൻ സെക്ഷൻ അവിടെ ഓപ്പറേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താണ് ഫിസിഷ്യൻസ് were appointed one for every 10 villages to serve health care need of the population. ഇനി എന്താണ് പോപ്പുലേഷന് ഒരു ഹെൽത്ത് കെയർ വേണമെങ്കിൽ എങ്ങനെയാണ് ഫിസിഷ്യൻ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? 10 വില്ലേജിന് അല്ലെ, 10 വില്ലേജിന് ഒരു ഫിസിഷ്യൻ എന്ന നിലയിലാണ് അവിടെ അപ്പോയിന്റ്മെന്റ് നടത്തിയിരുന്നത്. ആൻഡ് the regional hospital for the infirm and the destitute were built by Buddha. ഇനി ബുദ്ധയുടെ കാലഘട്ടത്തിൽ ഒരു റീജിയണൽ ഹോസ്പിറ്റൽ ബിൽഡപ്പ് ചെയ്തു. ആർക്ക് വേണ്ടിയിട്ടാണ്? ഇൻഫേം. ഇൻഫേമിന്റെ മീനിങ് എന്താ? ഇൻഫേം എന്ന് പറഞ്ഞാല് ഇൻഫേം എന്താ? രോഗികളായവർക്കും അതുപോലെ ഡിസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാല് അനാഥരായവർക്കും. അപ്പൊ ബുദ്ധയുടെ കാലഘട്ടത്ത് പ്രാദേശിക ഹോസ്പിറ്റൽ അല്ലെ, റീജിയണൽ ഹോസ്പിറ്റൽ ബിൽഡപ്പ് ചെയ്തു. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? രോഗികളായവർക്കും അനാഥർക്കും വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അതാണ് ഇന്ത്യൻ ഹോസ്പിറ്റലിലെ കാര്യങ്ങള്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കി. ഗ്രീക്ക്, റോമൻ, അറബിക്, ഇന്ത്യൻ. വായിച്ചു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജ് 500 and 1500 AD. നോക്കാം. Hospitals construction increased in Europe during the Middle Age for the following reasons. അപ്പൊ എന്താണ് ഈ മിഡിൽ ഏജ് ആ ടൈമില് യൂറോപ്പില് കുറെ ഹോസ്പിറ്റൽസ് ഇൻക്രീസ് ആവാനായിട്ട് തുടങ്ങി. കൺസ്ട്രക്ഷൻ വർക്കുകൾ ബിൽഡപ്പ് ചെയ്യാനായിട്ട്, ഹോസ്പിറ്റൽസ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിന്റെ 2 റീസൺസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് റീസൺ എന്താണ് നോക്കിയേ. എന്താണ് 1198 advised and persuaded wealthy
Christians to build hospitals in every town. എന്താ പറയുന്നത്? പോപ്പ് ഇന്നസെന്റ്. ഓക്കെ, പോപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആരാ പോപ്പ്? പോപ്പ് ആരാ? ആരാണ് പോപ്പ്? പോപ്പ് ആരാണ്? പോപ്പ് എന്ന് കേട്ടിട്ടില്ലേ? മാർപ്പാപ്പ അല്ലെ? ഓക്കെ, മാർപ്പാപ്പ അല്ലെ? പോപ്പ് ഇന്നസെന്റ് III എന്ത് ചെയ്തു? 1198 എന്താണ് ഈ വെൽത്തി സമ്പന്നനായിട്ടുള്ള ക്രിസ്ത്യൻസിന് അഡ്വൈസ് അല്ലെ, ഉപദേശവും അതുപോലെ തന്നെ പെർസ്യൂഡ് പറഞ്ഞാല് പ്രോത്സാഹനവും നൽകി. എന്തിനു വേണ്ടിയിട്ട്? എവറി ടൗണില് ഹോസ്പിറ്റൽസ് ബിൽഡപ്പ് ചെയ്യാനായിട്ട്. പോപ്പ് ഇന്നസെന്റ് III 1197 എന്താണ് വെൽത്തി ക്രിസ്ത്യൻസിന് അല്ലെ, സമ്പന്ന ക്രിസ്ത്യാനികൾക്ക് അഡ്വൈസും ഉപദേശവും പ്രോത്സാഹനവും നൽകി. ഇതിനു വേണ്ടിയിട്ട് എവറി ടൗണില്, എല്ലാ ടൗണിലും എന്ത് ചെയ്യാനായിട്ട്? ഹോസ്പിറ്റൽസ് ബിൽഡപ്പ് ചെയ്യാനായിട്ട്. അതാണ് ഇൻക്രീസ് ആവാനായിട്ടുള്ള ഒരു കാരണം. പിന്നെ എന്താണ് രണ്ടാമത്തെ കാരണം? ഇൻക്രീസ്ഡ് റവന്യൂ പെർ ബെഡ് അവൈലബിൾ ഫ്രം ദ commerce with the Crusaders. In contrast, in Asia and Africa, during the same period, construction of effective and efficient hospitals as pressed forward by the rule and the Crusaders. എന്താ പറയുന്നത്? പുരുഷക്കാരുമായുള്ള വാണിജ്യത്തില്, കൊമേഴ്സ് എന്ന് പറഞ്ഞാല് വാണിജ്യം അല്ലെ, വാണിജ്യത്തില് ക്രൂസേഡേഴ്സ് എന്ന് പറഞ്ഞാല് കുരിശുദ്ധക്കാർ കേട്ടോ, കുരിശുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തില് വർദ്ധിച്ച വരുമാനം ലഭിക്കാൻ പറ്റി. സെയിം പീരീഡില് ഏഷ്യയിലും ആഫ്രിക്കയിലും ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ബൈ റൂളേഴ്സ് എന്ന് പറഞ്ഞാല് ഭരണവർഗത്തിൽപ്പെട്ടവരും ആൻഡ് ക്രൂസേഡേഴ്സ് ശുദ്ധക്കാരും മുന്നോട്ട് വന്നു. അതാണ് രണ്ടാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ഒന്നുകൂടി പറയാം. വിശുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തില് വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി. സെയിം പീരീഡിൽ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും ഇഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ഹോസ്പിറ്റല് കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഭരണവർഗത്തിൽപ്പെട്ടവരും പുരുഷുദ്ധക്കാരും മുന്നോട്ട് വന്നു. അതാണ് രണ്ടാമത്തെ റീസൺ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റിനൈസൻസ് ഏജ്. ഓക്കെ, ആ റീസൺസ് ഒന്ന് വായിക്കണോ? ക്ലിയർ ആയോ രണ്ട് റീസൺസും? ഓക്കെ, നമുക്ക് ഇത് കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് വായിക്കാം കേട്ടോ. ഈ വരെ പറഞ്ഞു കഴിഞ്ഞിട്ട് വായിക്കാം. ഇനി നോക്കിയേ, സി പോയിന്റ് എന്താണ്? റിനൈസൻസ് ഏജ് 1500 മുതൽ 1700 AD വരെയുള്ള കാലഘട്ടമാണ്. റിനൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നവോത്ഥാന കാലഘട്ടം. The Renaissance period lasted from the 14th to the 16th centuries. Towards the end of the 15th century, many cities and towns supported some kind of institutional health care. എന്താണ് റിനൈസൻസ് പീരീഡ് എന്ന് പറഞ്ഞാല് 14th മുതൽ 16th വരെയുള്ള സെഞ്ചുറീസ് കാലഘട്ടമാണ്. ഇനി അതിന്റെ 15th സെഞ്ചുറീസിന്റെ എൻഡില് എന്താണ്? കുറെ സിറ്റീസും ടൗൺസും ഹോസ്പിറ്റല്, ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഹോസ്പിറ്റല് ബിൽഡപ്പ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്തു. എന്താ പറയുന്നത്? ഇതിനകത്ത് അത്രയേ ഉള്ളൂ. അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം മനസ്സിലാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഉണ്ട്, നോക്കിക്കോളൂ. ഈ പോയിന്റ് നോക്കാം. ഡി മോഡേൺ പീരീഡ് 1750 മുതൽ 1950 വരെയുള്ള AD കാലഘട്ടം നോക്കാം. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക വാസ് ദി പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ഇൻ ഫിലാഡൽഫിയ. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, എഴുതിയെടുക്കാം. എന്താണ്? ഫിലാഡൽഫിയയിലെ, അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ പെൻസിൽവാനിയ എന്ന ഹോസ്പിറ്റലാണ് ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ പെൻസിൽവാനിയ എന്ന ഹോസ്പിറ്റലാണ്
ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഉള്ള ഹോസ്പിറ്റൽ, ഒരുമിച്ചുള്ള ഹോസ്പിറ്റലിനെയാണ് നമ്മൾ ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അമേരിക്കയിലെ ഫിലാഡൽഫിയയിലാണ് അതുള്ളത്. അതിന്റെ പേരാണ് പെൻസിൽവാനിയ ഹോസ്പിറ്റൽ. അതാണ് ഇത്തിരി ഇമ്പോർട്ടന്റ് കേട്ടോ, എഴുതിയെടുക്കുക. ഇനി എന്താ, മാസീവ് ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ became in 1926 with the return of war heroes from World War First. എന്താണ് 1926 ഫസ്റ്റ് വേൾഡ് വാറിലെ ഹീറോസിന്റെ വരവോട് കൂടിയിട്ടാണ് ഹെൽത്ത് കെയറില് ഗവൺമെന്റ് ഒരു മാസീവ് ഇൻവോൾവ്മെന്റ് നടത്തിയത്. ഇതാണ് ആ പോയിന്റ് പറയുന്നത്. 1926 ഫസ്റ്റ് വേൾഡ് വാറിലെ ഹീറോസിന്റെ വരവോട് കൂടിയിട്ടാണ് ഹെൽത്ത് കെയറില് ഗവൺമെന്റ് ഒരു മാസീവ് ഇൻവോൾവ്മെന്റ് വരുത്തിയത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. PCT ട്ടോ. ക്ലിയർ ആയോ? ടി വരെ ഓക്കെ. സി എന്താ, റിനൈസൻസ് ഏജ് എന്ന് പറഞ്ഞാൽ, റിനൈസൻസ് പീരീഡ് എന്ന് പറഞ്ഞാൽ 14th to 16th സെഞ്ചുറി ആ കാലഘട്ടമാണ്. അതുപോലെ തന്നെ 15th സെഞ്ചുറീസിന്റെ അടുത്ത എൻഡില് കുറെ സിറ്റീസും ടൗൺസും ഇൻസ്റ്റിറ്റ്യൂഷൻ കെയറിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു എന്നതാണ്. നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഇവല്യൂഷൻ ഇന്ത്യൻ സിനാരിയോ പ്രീ ഇൻഡിപെൻഡൻസ്. ഓരോരോ പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ച പോയിന്റ്സ് ആണ് കുറച്ചുള്ളത് കേട്ടോ. ഓക്കെ, നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം.
ഏതാണ് ഹരിത? മെസൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ ആണോ? ഫസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. റീസൺസ് ആണോ ഉദ്ദേശിച്ചത്? ഇതാണോ? സെക്കൻഡ് പോയിന്റോ? ഇൻക്രീസ്ഡ് റവന്യൂ അതാണോ തുടങ്ങുന്നത്? ഇൻക്രീസ്ഡ് റവന്യൂ were made available from the commerce with the crusaders. In contrast, in Asia and Africa during the same period, construction of effective and efficient hospital was pressed forward by the rulers and the crusaders. By rulers എന്ന് പറഞ്ഞാലും ഭരണവർഗത്തിൽപ്പെട്ടവരാണ്. അതാണ് അതിന്റെ മീനിങ് വരുന്നത്. ക്രൂസേഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുരിശുയുദ്ധക്കാര്. അപ്പോ സെക്കൻഡ് പോയിന്റില് ഫസ്റ്റ് 2 പോയിന്റ് പറയണോ? സെക്കൻഡ് പോയിന്റ് അല്ലേ പറയേണ്ടത്? ഞാനിപ്പോ വായിച്ചതല്ലേ പറയണ്ടേ? പോപ്പിന്റെ കാര്യം മനസ്സിലായോ? പോപ്പിന്റെ സെക്കൻഡ് പോയിന്റ് ആണ്. അപ്പൊ ഞാൻ പറയാം, കുരിശുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തില് വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി. അതുപോലെ തന്നെ സെയിം പീരീഡിൽ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും ഇഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടും ഹോസ്പിറ്റലുകള് കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ബൈ റൂളേഴ്സ് ഭരണവർഗത്തിൽപ്പെട്ടവരും കുരിശുദ്ധക്കാരും മുന്നോട്ട് വന്നു. അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഏതാ ഡൗട്ട് വന്നത്? ഫസ്റ്റ് ഹോസ്പിറ്റൽ ആണോ? മെസൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ ആണോ? ഏതാ ഡൗട്ട് വന്നേ? ഫസ്റ്റ് ഹോസ്പിറ്റല് മെസൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ ആണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഫസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നുണ്ട്. ഏതാണ് ഫസ്റ്റ് ഹോസ്പിറ്റൽ? മെസൊപ്പൊട്ടേമിയ അല്ലേ? അതാണോ ചോദിക്കുന്നത്? എല്ലാം ഷോർട്ടാക്കി പറയണം. എന്താണ് എല്ലാം ഷോർട്ടാക്കി പറയാനായിട്ട്? ഞാൻ വീണ എപ്പോഴാ കയറിയത്? 1:30 തന്നെ കയറിയോ ക്ലാസ്സില്? ഇല്ല. അതാണ് പ്രശ്നം അല്ലെ? ഞാൻ പറയട്ടെ ഒരു കാര്യം. നിങ്ങള് 1:30 തന്നെ കയറാൻ ശ്രമിക്കാം. ഓക്കെ. ഞാനിപ്പോ ഇനി എല്ലാം ഷോർട്ടാക്കി പറയുമ്പോ ബാക്കിയുള്ളവരുടെ എന്താ ടൈം പോവും, അല്ലെങ്കിൽ ബോറടിക്കും. അതാണ് പ്രശ്നം വരുന്നത്. അപ്പൊ അല്ലെ, ബാക്കിയുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്കി. അതുപോലെ തന്നെ ഞാൻ എത്ര എഫേർട്ട് എടുത്തിട്ടാ പറയുന്നതെന്നുണ്ടോ? അല്ലെ? കറക്റ്റ് ആയിട്ട് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ ടീച്ചർമാരും ഇവിടെ വന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് 1:30 തന്നെ ക്ലാസ്സിൽ കയറാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. എല്ലാം ഷോർട്ടാക്കി പറയാനായിട്ട് പറ്റില്ല കേട്ടോ, ടൈം പോകും. റെക്കോർഡിംഗ് ക്ലാസ് നോക്കൂ. റെക്കോർഡിംഗ് ക്ലാസ് നോക്കിയാൽ മതി. കൃത്യമായിട്ട് അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി വേറെ എന്തെങ്കിലും പറയണോ? എക്സ്പ്ലെയിൻ ചെയ്യണോ? എല്ലാം ഷോർട്ടാക്കി പറയാൻ പറ്റില്ല, ടൈം പോകും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഹോസ്പിറ്റൽ ഇവല്യൂഷൻ ഇന്ത്യൻ സിനാരിയോ പ്രീ ഇൻഡിപെൻഡൻസ്. ഫസ്റ്റ് പോയിന്റ് നോക്കാം.
provision of institutional care to the sick as considered as professional and spiritual by early rulers. എന്താ ഇവിടെ പറയുന്നത്? Provisions of institutional care to the sick was considered as professional and spiritual by earlier rulers. Earlier rulers എന്ന് പറഞ്ഞാല് ആദ്യകാല ഭരണാധികാരികൾ. ഓക്കെ, ആദ്യകാല ഭരണാധികാരികൾ. ആദ്യകാല ഭരണാധികാരികള് കണക്കാക്കിയിരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ വിചാരിച്ചിരുന്നത് രോഗികൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കേണ്ടത് പ്രൊവിഷണൽ ആയിട്ടോ, പ്രൊവിഷണൽ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ സ്പിരിച്വലി ആയിട്ടോ ആകണമെന്നാണ്. ഓക്കെ, സ്പിരിച്വലി എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ ആണ് ഈ രോഗികൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കേണ്ടത് എന്നാണ് ആദ്യകാല ഭരണാധികാരികൾ വിചാരിച്ചിരുന്നത്. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ, ആദ്യകാല ഭരണാധികാരികളെ വിചാരിച്ചിരുന്നത് എങ്ങനെയാണ്? ഈ രോഗികൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കേണ്ടത് താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ സ്പിരിച്വലി ആത്മീയമായിട്ടോ വേണമെന്നായിരുന്നു. ഇനി എന്താ സെക്കൻഡ് പോയിന്റ്? അത്രേയ. ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ. എഴുതി വെക്കാട്ടോ. ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആണ് ആര്? അത്രേയ. അത്രേയ എന്ന് പറയുന്നത്. ആൻഡ് teacher who lived in the University of തക്ഷശില. തക്ഷശില കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ നിങ്ങള്? തക്ഷശില എവിടെയെങ്കിലും പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്? എവിടെയാണ്? എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? തക്ഷശില ഗുരുകുല വിദ്യാഭ്യാസം കേട്ടിട്ടുണ്ടോ? ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടോ? ഓക്കെ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ് തക്ഷശില എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഗുരുകുല വിദ്യാഭ്യാസത്തെയാണ് നമ്മൾ തക്ഷശില എന്ന് പറയുന്നത്. ഏകലവ്യം. ഓക്കെ, അപ്പൊ എന്താണ് അവിടുത്തെ ടീച്ചർ അല്ലെ? ടീച്ചർ ഹു ലിവ്ഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി തക്ഷശില എന്ന് അദ്ദേഹത്തെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആണ്, അതുപോലെ ടീച്ചർ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ, കണക്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആരാണ്? അത്രേയ. ഇനി എന്താണ് തേർഡ് പോയിന്റ്? സുശ്രുത. 6th century BC, ചരക 200 AD. സുശ്രുത ആരാണ്? അദ്ദേഹം ആരാണെന്നുള്ളത് നോക്കാം. സുശ്രുത ഫാദർ ഓഫ് സർജറി. എഴുതി വെക്കാട്ടോ, ഇമ്പോർട്ടൻസ് ആണ്. ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത് ആരെയാണ്? സുശ്രുതനെയാണ്. Ancient Indian surgeon known for his outstanding operations and techniques and for his institutional dissertation Sushruta Samhita, the main origin of knowledge about surgery in ancient India. എന്താ പറയുന്നത്? ഇപ്പൊ സുശ്രുത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാദർ ഓഫ് സർജറി ആണ്. ഫാദർ ഓഫ് സർജറി എന്ന് പറഞ്ഞിട്ട് ഒരു ഐഫോൺ ഇട്ടിട്ട് സുശ്രുത എഴുതിയാൽ മതി. ഷോർട്ട് ആക്കിയിട്ട് എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കാനായിട്ട് പറ്റും. അപ്പൊ ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത് സുശ്രുതയാണ്. അദ്ദേഹം എന്താണ് ഈ സർജറി ഫീൽഡില് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഒരാളാണ്. ഇനി അദ്ദേഹം എഴുതിയിട്ടുള്ള ഡിസർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രബന്ധം. അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രബന്ധത്തിന്റെ പേരാണ് എന്ത്? സുശ്രുത സംഹിത. ഓക്കെ, സുശ്രുത സംഹിത. പുരാതന ഇന്ത്യയിലെ സർജറിയെ കുറിച്ചുള്ള അറിവുകള് പകർന്നു നൽകുന്ന അടിസ്ഥാന ഗ്രന്ഥമാണ് എന്ത്? സുശ്രുത സംഹിത എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടി പറയാം. ഫാദർ ഓഫ് സർജറി ആണ്. സർജറി ഫീൽഡിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരാളാണ് ആര്? സുശ്രുത എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രബന്ധമാണ് സുശ്രുത സംഹിത എന്ന് പറയുന്നത്. സുശ്രുത സംഹിത എന്ന് പറഞ്ഞാല് പുരാതന ഇന്ത്യയിലെ സർജറിയെ കുറിച്ചുള്ള അറിവുകള് പകർന്നു നൽകുന്ന അടിസ്ഥാന ഗ്രന്ഥം. അതാണ് എന്ത്? സുശ്രുത സംഹിത. ക്ലിയർ ആയോ? സുശ്രുത ആരാണ്? സുശ്രുത സംഹിത എന്താണെന്നുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്? എത്രയും പറഞ്ഞതില് ചരക
അടുത്തത് ചരകയാണ് കേട്ടോ. ഇല്ല, ഡൗട്ട് ഇല്ല. നമ്മൾ പഠിച്ചത് അത്രേയ പഠിച്ചു, അതുപോലെ സുശ്രുത പഠിച്ചു, സുശ്രുത സംഹിത എന്താണെന്ന് പഠിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ചരക. ചരക നോക്കിയേ. ചരക വാസ് വൺ ഓഫ് ദി മെയിൻ കോൺട്രിബ്യൂട്ടർ ടു ആയുർവേദ. എഴുതി വെക്കാം കേട്ടോ, ലെക്ചർ നോട്ടായിട്ട് എഴുതി വെക്കാം. ചരക വാസ് ദ വൺ ഓഫ് ദി മെയിൻ കോൺട്രിബ്യൂട്ടർ ടു ആയുർവേദ, a system of medicine and lifestyle development in ancient India. Okay, അപ്പൊ ചരക എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ കോൺട്രിബ്യൂട്ടർ ആണ്. അതുപോലെ തന്നെ എന്താണ്? സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെ, ചികിത്സാ സമ്പ്രദായം, ജീവിതശൈലി അല്ലെ, ആൻഷ്യന്റ് ഇന്ത്യയിലെ അത് ജീവിതശൈലിയെ കുറിച്ചും അതുപോലെ തന്നെ മെഡിസിൻ ഓഫ് സിസ്റ്റം ഓഫ് മെഡിസിനെ കുറിച്ചൊക്കെ അത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ എന്താ പറയുന്നത്? He is known as the editor of medical treatises named Charaka Samhita. നമ്മൾ അവിടെ പഠിച്ചത് എന്താണ്? സുശ്രുതിയിൽ പഠിച്ചത് സുശ്രുത സംഹിത, ഇവിടെ പഠിക്കുന്നത് ചരക സംഹിത. അപ്പൊ അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രബന്ധത്തിന്റെ പേരാണ്, ചരക എഴുതിയിട്ടുള്ള പ്രബന്ധത്തിന്റെ പേരാണ് ചരക സംഹിത എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് പേര് വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. One of the basic tests of classical Indian medicine and Ayurveda. Okay, എന്തിന്റെ ബേസിക് ടെസ്റ്റ് ആണ് ഈ ചരക സംഹിത എന്ന് പറയുന്നത്? ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിന്റെയും ആയുർവേദയുടെയും ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ് ഇത് ചരക സംഹിത. ആരെഴുതിയിട്ടുള്ളതാണ് ചരക സംഹിത? ചരകയാണ് കേട്ടോ. ക്ലിയർ ആയോ? അപ്പം വൺ ഓഫ് ദ മെയിൻ കോൺട്രിബ്യൂട്ടർ ഓഫ് ആയുർവേദ ആരാണ്? ചരകയാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രബന്ധം എന്താണ്? ചരക സംഹിതയാണ്. അതെന്താണ്? ബേസിക് ടെസ്റ്റ് അല്ലെ, വൺ ഓഫ് ദ ബേസിക് ടെസ്റ്റ് ഓഫ് ദി ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ആയുർവേദ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഓക്കെ ആണോ? വായിച്ചോക്കെ. സുശ്രുത, ചരക. അത്രയ പറയണോ? അത്രയ പറയാം. അത്രയ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആണ്. ഓക്കെ, എഴുതി വെക്കാം. ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ. അതുപോലെ തന്നെ ടീച്ചർ, തക്ഷശീല, ഗുരുകുല വിദ്യാഭ്യാസം അല്ലെ. ടീച്ചർ ഹൂ ലിവ്ഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശീല. ഇനി ആരാ? ചരക. ചരക പറയണോ? ചരക എന്ന് പറഞ്ഞാല് എന്താണ്? one of the main contributor of Ayurveda. കോൺട്രിബ്യൂട്ടർ ആണ്, ആയുർവേദയുടെ മെയിൻ കോൺട്രിബ്യൂട്ടർ ആണ് ഇത് ചരക എന്ന് പറഞ്ഞാല്. അദ്ദേഹം എഴുതിയിരിക്കുന്ന പ്രബന്ധത്തിന്റെ പേരാണ് ചരക സംഹിത. ആ ടെക്സ്റ്റിൽ എന്തൊക്കെയാണുള്ളത്? വൺ ഓഫ് ദി ബേസിക് ടെസ്റ്റ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ ആയുർവേദ. ഇന്ത്യൻ മെഡിസിന്റെയും ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിന്റെയും ആയുർവേദയുടെയും ബേസിക് ടെസ്റ്റ് ആണ് ഇത് ചരക സംഹിത എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ചരക, സുശ്രുത ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ? നോക്കിക്കോളൂ. 6th പോയിന്റ്, can be traced back to Buddha and Ashoka. അശോകയുടെ കാലഘട്ടം, ബുദ്ധയുടെ കാലഘട്ടം എന്താണ്? 273 to 232 AD ആണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇപ്പൊ അത്ര ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. ഇനി എന്താ? ഡ്യൂറിങ് അശോകാസ് region, principles of hygiene were followed and cesarean അല്ലെ, C-section were performed. നമ്മളിവിടെ പഠിച്ചില്ലേ? എവിടെയാ പഠിച്ചത്? ഒരു ഹോസ്പിറ്റൽ അല്ലെ. ഏത് ഹോസ്പിറ്റല്? ഇന്ത്യൻ ഹോസ്പിറ്റൽ പഠിച്ചു അല്ലെ. എന്താണ്? അശോകയുടെ കാലഘട്ടത്താണ് എന്ത് ഫോളോ ചെയ്തിരുന്നത്? എന്ത് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ അല്ലെ, സിസേറിയൻ സെക്ഷൻ. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? എന്താണ്? ഡ്യൂറിങ് അശോകാസ് region, principle of hygiene were followed and C-section were performed. Okay, ഇനി എന്താ? Regional hospital for the infirm and destitute were built by the Buddha. അല്ലെ, നമ്മൾ അവിടെ പഠിച്ചതാണ്. ബുദ്ധയുടെ കാലഘട്ടത്ത് എന്താണ്? അല്ലെ, ലാസ്റ്റ് പോയിന്റ് നോക്കിയേ.
ബുദ്ധയുടെ കാലഘട്ടത്തിൽ ബുദ്ധ എന്ത് ചെയ്തു? ഒരു പ്രാദേശിക ഹോസ്പിറ്റൽ ബിൽഡപ്പ് ചെയ്തു. ആർക്ക് വേണ്ടിയിട്ട്? അനാഥർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ രോഗബാധിതർക്ക് വേണ്ടിയിട്ടും. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡ്യൂറിങ് ചരക പറയാം. 1 മിനിറ്റ്, ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ കേട്ടോ. 1 മിനിറ്റ് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് പറഞ്ഞു തരാം. ഡ്യൂറിങ് അശോകാസ് റീജിയൻ പ്രിൻസിപ്പിൾ ഓഫ് hygiene were followed and cesarean section performed. പിന്നെന്താ പഠിച്ചത് നമ്മള്? റീജിയണൽ ഹോസ്പിറ്റൽ അല്ലെ, ബുദ്ധയുടെ കാലഘട്ടത്ത് പ്രാദേശിക ഹോസ്പിറ്റൽ ബുദ്ധ ബിൽഡപ്പ് ചെയ്തു. ആർക്ക് വേണ്ടിയിട്ട്? അനാഥരായവർക്കും രോഗബാധിതർക്കും വേണ്ടിയിട്ട്. ഇനി നോക്കിയേ, അക്ബേഴ്സ് പീരീഡ് യുനാനി മെഡിസിൻ. അക്ബേഴ്സിന്റെ കാലഘട്ടത്തിൽ യുനാനി മെഡിസിൻ വന്നു. എന്താണ് യുനാനി മെഡിസിൻ എന്ന് പറഞ്ഞാല്? എന്താണെന്ന് അറിയോ? കേട്ടിട്ടുണ്ടോ യുനാനി മെഡിസിൻ? എന്താണ് യുനാനി മെഡിസിൻ? യുനാനി മെഡിസിൻ നമ്മൾ അടുത്ത ചാപ്റ്ററിലൊക്കെ പഠിക്കും കേട്ടോ. യുനാനി സിസ്റ്റം, യുനാനി മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ഗ്രീക്കിൽ നിന്നും വന്നതാണ് യുനാനി മെഡിസിൻ. ഓക്കെ, കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ നിലനിന്ന് പോന്നിരിക്കുന്ന ചികിത്സയാണ് യുനാനി മെഡിസിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ചികിത്സകളാണ്. അത് പഴച്ചാറ്, ഇലച്ചാറ് അങ്ങനെയുള്ള അതൊക്കെയാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഗ്രീക്കിൽ നിന്ന് വന്നതാണ്. കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഫോളോ ചെയ്തിരുന്ന ചികിത്സയാണ്, പ്രകൃതിദത്തമായിട്ടുള്ള ചികിത്സകളാണ് കൊടുക്കുന്നത് യുനാനി മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, ഇനി എന്താ? ചരക അല്ലെ, ചരക ഡൗട്ട് ഉണ്ടായിരുന്നു. ചരക എന്ന് പറഞ്ഞാല് വൺ ഓഫ് ദി മെയിൻ കോൺട്രിബ്യൂട്ടർ ടു ആയുർവേദ. അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ആയുർവേദയുടെ മെയിൻ കോൺട്രിബ്യൂട്ടർ ആണ് ചരക. ചരക എന്ന് പറഞ്ഞാല്, ചരക സംഹിത എന്ന് പറഞ്ഞാല് അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രബന്ധത്തിന്റെ പേരാണ് ചരക സംഹിത എന്ന് പറഞ്ഞാല്. ചരക സംഹിതയിലുള്ളത് എന്താണ്? ചരക സംഹിത എന്ന് പറഞ്ഞാല് ഇന്ത്യൻ ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിന്റെയും ആയുർവേദയുടെയും വൺ ഓഫ് ദ ബെസ്റ്റ് ടെസ്റ്റ് ആണ് ഇത് ചരക സംഹിത എന്ന് പറയുന്നത്. 3 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ക്ലിയർ ആയോ ചരക? ഓക്കെ, ഏതാണ് ഡൗട്ട് ചോദിച്ചത്? ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ചോദിക്കുമ്പോ നിങ്ങളുടെ മെസ്സേജ് ഒന്നും വായിക്കാൻ പറ്റില്ല. ക്ലാസ് എടുത്ത് നിർത്തി കഴിഞ്ഞിട്ട് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കാം കേട്ടോ. ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ കമന്റ് എഴുതി വിടാം. അല്ലെങ്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് ഡിസ്റ്റർബൻസ് ആണ്, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആണ്, അത് മനസ്സിലാവില്ല, ഇത് മനസ്സിലാവില്ല. അപ്പൊ ക്ലാസ് എടുക്കുമ്പോ പറയുന്നത് ശ്രദ്ധിക്കാം. ഓക്കെ, എന്താണ് ഇവിടെ തെറ്റുണ്ടല്ലേ? സുശ്രുത, സുശ്രുത എന്നാണ് കേട്ടോ. അത് അവിടെ തെറ്റാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാട്ടോ. ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ കൃത്യമായിട്ട് ക്ലാസ്സിൽ കയറാനായിട്ട് നോക്കാട്ടോ. ഞാൻ പറഞ്ഞതിന്റെ വിഷമമൊന്നും വിചാരിക്കരുത്. കാരണം നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഞങ്ങൾക്ക് ജസ്റ്റ് എന്താണ്, ഇപ്പൊ എല്ലാവർക്കും പനിയും അതുമൊക്കെയാണ്. അപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ട് ക്ലാസ് എടുക്കാനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യസമയത്ത് 1:30 തന്നെ കയറാം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 മണിക്ക് വന്നിട്ട് 1:30 എടുത്ത കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.